ഞാൻ ധന്യ. ഇറ്റ്സ് മൈ ഡ്രീംസ് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് PCOD, എൻ്റെ പ്രഗ്നൻസി, പിന്നെ എൻ്റെ അബോർഷൻ. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ പറയാം, പൊതുവേ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നല്ല വണ്ണമുള്ള സ്ത്രീകളിൽ PCOD ഉണ്ടാകും, ഹെയർ ഗ്രോത്ത് ഉള്ളവർക്ക് ഉണ്ടാകും, പിന്നെ എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്. ഇതിനെയൊക്കെ വെല്ലുന്ന തരത്തിലാണ് എൻ്റെ PCOD എന്ന് ഞാൻ പറയുന്നത്. PCOD അല്ലെങ്കിൽ POS സിൻഡ്രോമാണ് അല്ലേ. അതൊരിക്കലും നമുക്കത് മാറ്റാൻ പറ്റില്ല. നമുക്കതിനെ കൺട്രോൾ ചെയ്ത് നമ്മളുടെ ആ ഒരു അവസ്ഥ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും ഞാൻ തൽക്കാലം ഞാൻ പറയുന്നില്ല. അത് നിങ്ങളെപ്പോഴും ഒരു ഡോക്ടേഴ്സിനെ പോയി കണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ അതിനൊരു മെഡിറ്റേഷൻ ചെയ്യുന്നതാവും നല്ലത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടും എൻ്റെ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിക്ക് എനിക്ക് ഒന്നും തന്നെ എൻ്റെ PCODയിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ശരിക്കും എനിക്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ വലിയൊരു ഷോക്ക്ഡായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പീരീഡ്സ് എന്ന് പറയുന്നത് കറക്റ്റാണ്. എനിക്കൊരു നമ്മുടെ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ 28 ദിവസം എന്നുള്ളത് 28, 27 അല്ലെങ്കിൽ 28 ഞാൻ പീരീഡ്സ് ആയിരിക്കും. പക്ഷേ അങ്ങനെ ഇറഗുലറായിട്ടുള്ള പീരീഡ്സൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ അതുപോലെ എനിക്ക് വണ്ണം അങ്ങനെയുള്ള ശരീരമൊന്നും അല്ല എൻ്റേത്. ഹെയർ ഗ്രോത്ത് അതും ഉണ്ടായിട്ടില്ല എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു ഇതേ ഉണ്ടാവില്ല, അങ്ങനെ POS എനിക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടിരുന്നത്. അപ്പോൾ 19ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 മാസം ഞങ്ങൾ വേണ്ട എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് ഇരുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ 1 ഇയർ ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊരു ഫാമിലി പ്ലാനിങ് തന്നെ ഉണ്ടാക്കാം എന്നുള്ള രീതിക്ക് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദിച്ചു തുടങ്ങി, എന്താ കുഞ്ഞുങ്ങളൊന്നും ആവുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ഞങ്ങൾ അവസാനം പിന്നെ അത് തന്നെ സംഭവിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാൻ പ്രഗ്നൻസി ആവുന്നില്ലായിരുന്നു. ഏതാണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്തൊക്കെ. എനിക്ക് തോന്നുന്നു ടെൻഷൻ തന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ POSൻ്റെ 50% നമുക്കത് ശരിയാക്കാമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ ടെൻഷൻ 50% കുറയ്ക്കും. പിന്നെ ഡോക്ടേഴ്സ് പറയുന്ന മെഡിറ്റേഷനും ഡയറ്റും എല്ലാം നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ പറ്റും. ഓക്കെ. അപ്പോൾ ഞാനങ്ങനെ 19ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 1 വർഷം എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴത്തേക്ക് ഞാനൊരു ഡോക്ടറിനെ ഞാൻ തന്നെ പോയി കണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണമല്ലോ. അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റും ഒരു സ്കാനിങ്ങിനും തന്നു. സ്കാനിങ് വഴിയാണ് ഫസ്റ്റ് റിസൾട്ട് സ്കാനാണല്ലോ വരുന്നത്. അതെന്നാണ് എനിക്ക് മനസ്സിലായത് PCOD എനിക്കുണ്ടെന്ന്. അപ്പോൾ തന്നെ ഞാൻ ആ ഒരു 90s ഒരാളാണ് ഞാൻ. അപ്പം ആ സമയത്ത് അങ്ങനെ കേൾക്കുമ്പോൾ ഈശ്വര എനിക്കിനി കുഞ്ഞുങ്ങളെ ഉണ്ടാവില്ല എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ച് ഒരുപാട് കരഞ്ഞ നിമിഷങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ആലോചിക്കുമ്പോൾ എന്ത് മണ്ടത്തരമാണെന്നുള്ളതാണ്. അന്നത്തെ ഒരു അറിവ് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അന്നിങ്ങനെ നമുക്ക് മൊബൈലിൽ സെർച്ച് ചെയ്ത് നോക്കാനെന്നുള്ളൊരു അന്ന് ഉണ്ടായിട്ടില്ല എനിക്ക്. അപ്പോൾ ആകപ്പാട് നമുക്ക് നോക്കുന്നത് കോളേജിൽ പോകുന്ന സമയത്ത് ലൈബ്രറിയിൽ നിന്നൊക്കെ എടുക്കുന്ന ബുക്കുകൾ ഇതിനെക്കുറിച്ചൊക്കെ എന്താണെന്ന് അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ അറിവ് അന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് വലിയൊരു പ്രശ്നമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇയാൾ പിന്നെ ഹസ്ബൻഡിനെയും കൊണ്ടുവരൂ, നമുക്ക് അപ്പം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നതിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അതിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് വന്നു. ഞങ്ങളങ്ങനെ ഹസ്ബൻഡിനും 2-3 ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിലൊക്കെ നോർമലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഫോളിക് ആസിഡ് മാത്രമേ ഡോക്ടർ തന്നിട്ടുള്ളൂ. എന്നിട്ട് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് കൂടാതെ തന്നെ ഓവുലേഷനൊക്കെ ആവുന്നുണ്ടോ എന്നൊക്കെ ഉള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതൊക്കെ ചെയ്തു. അപ്പോൾ ഓവുലേഷനായി. ഡോക്ടറിനെ പോയി കണ്ട ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മളത് പ്രതീക്ഷിച്ച പോലെ തന്നെ ഞാൻ ആ ഒരു മന്ത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി വളരെ സന്തോഷത്തിൽ പ്രഗ്നൻ്റ് ആയിരുന്ന കൂട്ടത്തിൽ അന്നും ശരിക്കും ഇപ്പം അങ്ങനെ ആരും ആ ഒരു അബദ്ധം കാണിക്കാറില്ല. എല്ലാവരോടും അങ്ങ് വിളിച്ച് പറയും. പ്രഗ്നൻ്റ് ആയി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയാനുള്ള നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് അന്നെന്ന് പറഞ്ഞാൽ എന്തോ 5-6 വർഷങ്ങൾക്ക് ആയി കല്യാണം കഴിഞ്ഞിട്ട്, എന്നിട്ട് മക്കൾ ഉണ്ടാവുന്നില്ല രീതിയിലായിരുന്നു വീട്ടുകാർ. എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അറിഞ്ഞു. അവസാനം ഒരു 2-ാം മാസത്തിന് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് എനിക്ക് പീരീഡ്സിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. എനിക്ക് സാധാരണ പീരീഡ്സിന് വയറുവേദനയൊക്കെ എനിക്ക് ചെറിയ രീതിക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അന്ന് ആ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക്. കാലുതരിപ്പ് അങ്ങനത്തെ
പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അത് ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയതിൻ്റെയൊക്കെ ഇതായിരിക്കും, കുഴപ്പമില്ല വിട്ടുകളയാനൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ആയി 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയതായിട്ടുള്ള ഒരു സ്പോട്ടിങ് വന്നു. ബ്ലഡ് എന്നായിട്ടാണ് സ്പോട്ടിങ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാനത് ആദ്യം കണ്ടു പഠിച്ചപ്പോൾ ചിലവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ടെന്നൊക്കെ ഗൂഗിളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടിയാണല്ലോ ഗൂഗിൾ നോക്കുക, സെർച്ച് ചെയ്യാൻ നോക്കുക. അപ്പം ഇതിലൊരു ഓപ്ഷൻ വന്നു, അബോർഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ സ്പോട്ടിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടായിരുന്നു. റിസ്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഏതാണ്ടൊക്കെ ബ്ലീഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു ചിലപ്പോൾ ഇരട്ട കുട്ടികളായിരിക്കും, അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നു. ചിലപ്പോൾ ഇരട്ട കുട്ടികളായിരിക്കും, ഒന്ന് പോകുമ്പോൾ ഒന്ന് ഉണ്ടാവുന്നതായിരിക്കും, എന്തായാലും ഒന്ന് ഉണ്ടാവും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷ. ചെന്നപ്പോൾ സ്കാനിങ് കഴിഞ്ഞു, അബോർഷനാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇതിൽ അവർ പ്രത്യേകിച്ച് എനിക്ക് അവിടെ ഒരു മെഡിക്കേഷൻ തന്നിട്ടില്ല. കാരണം ഇത് 3 മാസം കഴിയാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു ഹാർട്ട് ബീറ്റൊക്കെ വരാനുള്ള ചാൻസും, ഹാർട്ട് ബീറ്റ് 1.5 മാസത്തിൽ വന്നിട്ടുണ്ടെങ്കിലും കുട്ടി ഹെൽത്തി അല്ലെങ്കിൽ നമ്മുടെ ബോഡി തന്നെ ഇതിനെ എന്ത് ചെയ്യും, അബോർട്ട് ചെയ്ത് കളയും. അതാണ് നമ്മളുടെ ഒരു ബോഡിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാവാം. അപ്പം ഡോക്ടറിനെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു PCOD ഒക്കെ ഹോർമോൺ ചേഞ്ചസും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാനാണ് ചാൻസ്. എന്തായാലും ഇത് ഹെൽത്തി ബേബി അല്ല, അതുകൊണ്ട് വിട്ടേക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് ഒരു എല്ലാം പോയിണ്ടോ, വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഒന്നും കൂടി ചെയ്തു. എല്ലാം ഓക്കെയാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഹസ്ബൻഡ് വരുമ്പോൾ ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ 3 മാസത്തേക്ക് നോക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. കാരണം ഒരു അബോർഷൻ കഴിഞ്ഞതാണല്ലോ. അങ്ങനെ അന്നൊക്കെ നമുക്ക് ഒരുപാട് സങ്കടങ്ങളിലൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ ടെൻഷൻ മാത്രമല്ല, ഇതായിപ്പോൾ മറ്റുള്ളവർക്കും ടെൻഷൻ, ആ ടെൻഷനും നമ്മൾ എടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ അന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ പോവുകയാണ്. പോയിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര റിലാക്സ് ആയിരുന്നു എനിക്ക്. ഞാൻ പോയ സ്ഥലം അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ ടെൻഷനില്ല എന്ന് വെച്ചാൽ നമുക്കൊരു മൈൻഡ് പീസായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ എന്തോ തന്നെ ആയിക്കോട്ടെ, നമ്മളൊരു അമ്മയാവാൻ വേണ്ടി ശ്രമിക്കും. നമുക്ക് ആദ്യം വേണ്ടാത്തൊരു കാര്യമാണ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നിൽക്കുമ്പം മറ്റുള്ളവരും നാട്ടുകാരും എല്ലാവരും നമ്മളെ ചോദിക്കും. അത് അവരുടെ ഒരു ക്യൂരിയോസിറ്റിയാണ് കേട്ടോ, അത് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് ടെൻഷനാണ്, അല്ലേ, ഞാൻ ഇനി ഒരിക്കലും ഒരു അമ്മയാവില്ലേ എന്നൊക്കെ ഒരു ടെൻഷനായിരിക്കും നമുക്ക്. അതെല്ലാം കഴിഞ്ഞിട്ടും ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഞാൻ അതിൽ 3 മാസം ഞാൻ പറഞ്ഞല്ലോ ഫോളിക് ആസിഡ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയി. സെയിം ഒരു 2 മാസം ആദ്യത്തെ അബോർഷൻ്റെ ആ ഒരു സമയം തന്നെ എനിക്ക് വീണ്ടും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആകെപ്പാട് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ മറ്റേത് ഫസ്റ്റിനെ പോലെ തന്നെ സ്പോട്ടായിരുന്നു ഫസ്റ്റ് വന്നത്, സെയിം അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആദ്യമേ കാര്യം മനസ്സിലായി. ഞാൻ ഒന്നും നോക്കിയില്ല, അവിടെ ഇപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിന് കുഴപ്പമില്ല, ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാകും. പിന്നെ ഡോക്ടർ എനിക്ക് 2 ഇഞ്ചക്ഷൻ അപ്പോൾ തന്നായിരുന്നു. പിന്നെ ഒരു ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ദിവസം കഴിഞ്ഞപ്പോൾ സ്പോട്ടിങ് അങ്ങ് കഴിഞ്ഞായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു പ്രഗ്നൻസിയിൽ പിന്നെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഷുഗറിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി. അപ്പോൾ എനിക്കിതിൽ പറയേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ടെൻഷൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് PCOD ഉണ്ടെങ്കിൽ എനിക്ക് കുട്ടികളുണ്ടാവില്ല, എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. വെറുതെ ടെൻഷൻ അടിക്കുക, ഒരു കാര്യവും ഇല്ലാതെ നമ്മളത് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡോക്ടറെ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ വണ്ണമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ കറക്റ്റായിട്ട്, വണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് PCOSും PCOD ഒക്കെ വരാം. അതൊരു ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെ അധികം വണ്ണം ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ, എന്നിട്ടും എനിക്കും ഉണ്ടായിട്ടുണ്ട് ഡയറ്റ്. അപ്പോൾ വണ്ണമുള്ള PCODക്കാർക്ക് അല്ലെങ്കിൽ PCOSനാണ് ഡയറ്റ് എന്ന് അങ്ങനെയല്ല, എനിക്കും ഉണ്ടായിരുന്നു. കറക്റ്റായിട്ടുള്ള ഫുഡ് എടുക്കുക, അത് ഫൈബർ അടങ്ങിയിട്ടുള്ളതും എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ നിങ്ങൾ തന്നെ സെറ്റാക്കുക. ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. ഒരുപാട് ഫ്രൂട്ട്സൊക്കെ അടങ്ങി, അത് ഡോക്ടേഴ്സ് തന്നെ ഡയറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ. മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവർ പറയുന്നതിന് മറുപടി ഒന്നും കൊടുക്കാതിരിക്കുക. ഓക്കെ. ഇത്രയും ചെയ്താൽ തന്നെയും നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക.
ഓക്കെ, കുറച്ച് എക്സസൈസ് ചെയ്യുക. ഞാൻ എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം എക്സസൈസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഓവറായിട്ടുള്ളൊരു എക്സസൈസിലോട്ട് ഞാൻ പോയിട്ടില്ല, കാരണം ഞാൻ ഒന്ന് മെലിഞ്ഞിട്ടാണ് ഇരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ വലിയൊരു എക്സസൈസിലോട്ട് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് അത് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങളുടെ പകുതി കാര്യങ്ങളൊക്കെ, പകുതി എന്നല്ല, ഏറെ മുക്കാൽ 90% നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആവും. പിന്നെ ബാക്കി ഒരു 10% ദൈവത്തിനോടല്ലേ നമുക്ക് പ്രാർത്ഥിക്കണം, അല്ലേ? നല്ല കാര്യങ്ങൾ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. എല്ലാ കാര്യങ്ങളോടും ഒരു പോസിറ്റീവ് മൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടവും മുന്നേറാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അത് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് 21 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ വീഡിയോ ആണ്. വളരെ കുറച്ച് മാത്രമേ സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ. പക്ഷേ എനിക്കതിൽ വിഷമമൊന്നുമില്ല, കാരണം 21 വീട്ടമ്മമാരാണ് എന്നെ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇനിയും വരാനുണ്ട്. നിങ്ങളുടെ ചാനൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ നിങ്ങൾ പ്ലീസ് നിങ്ങളുടെ ചാനൽ ലിങ്ക് കൊടുത്തേക്കുക. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. തിരിച്ച് എന്നെയും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, bye bye.